ധ്യാനം ഏകാന്തതയുടെയും പരിശുദ്ധിയുടെയും ഉറവിടം. മഹാമൗനത്തിലൂടെ നമ്മൾ യേശു ക്രിസ്തുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുന്നു. ധ്യാനത്തിന് ഈ ലോകത്തിനുള്ളവരേക്കാൾ വലിയവൻ നിൻ്റെ ഉള്ളിലുണ്ട്. അതെ, തൊഴൂപ്പാടം ധ്യാന കേന്ദ്രം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴൂപ്പാടം ധ്യാന കേന്ദ്രം. ഇവിടെ ഏകാന്തതയും മൗനവും പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയും സൃഷ്ടിജാലങ്ങൾ കർത്താവിൻ്റെ കരവൈഭവം. എവിടെയും ഒറ്റയ്ക്ക് ചെന്നിരുന്നു കൊണ്ട് ഏകാന്തതയിൽ മഹാമൗനത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്ന ഈറ്റില്ലം. ധ്യാനം നമ്മുടെ ഹൃദയം തന്നെയാണ് ധ്യാനത്തിൻ്റെ ഇരിപ്പിടം. മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ തൊഴൂപ്പാടം ധ്യാന കേന്ദ്രത്തിൻ്റെ ചുറ്റുമുള്ള ഈ പ്രകൃതി മനോഹാരിതയിൽ യേശുവിനെ കണ്ടുമുട്ടാൻ ഈ ഏകാന്തത തികച്ചും അനുയോജ്യമാണ്. മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഇരിപ്പിടമാണ് ഈ ധ്യാന കേന്ദ്രം. യേശു ഭവൻ, യേശു നാമത്തിൻ്റെ ശക്തി. തനിച്ചിരുന്നു കൊണ്ട് യേശുവേ എന്ന് ഏറ്റേറ്റ് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന, ഏകാന്തതയിൽ വസിക്കുന്ന, ഹൃദയമാകുന്ന കനകസിംഹാസനത്തിൽ കുടികൊള്ളുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ പൂജിക്കുവിൻ. അവനെ മാത്രമേ പൂജിക്കാവൂ. യേശുവിൽ രക്ഷ, ഏകലോകരക്ഷകൻ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഭരണം വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സന്യാസ സമർപ്പണത്തിൽ, വൈദിക മന്ദിരങ്ങളിൽ എല്ലാം യേശു ക്രിസ്തു എന്ന നാമം ഏകലോകരക്ഷകൻ. ലോകരക്ഷ യേശു ക്രിസ്തുവിൻ്റെ കൈകളിൽ. ആമേൻ. ഈ പ്രപഞ്ചം മുഴുവനും അവൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈ പ്രപഞ്ചം യേശുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ആമേൻ.